മോർണിംഗ് ഇക്ബാൽ. കോയമ്പത്തൂരിൽ എങ്ങനെയാണ് രാവിലെ? നല്ല തിരക്കുണ്ടോ? പ്രത്യേകിച്ച് ബി.ജെ.പി രാഷ്ട്രീയമൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്ന പ്രദേശമാണ്. കനത്ത ഒരു പോളിംഗ് രാവിലെ തന്നെ രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ടോ, അതോ മന്ദഗതിയിലാണോ പോളിംഗ്? അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂർ ജില്ലയിലെ കൗണ്ടമ്പാളയം എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലത്തിലെ PSG കോളേജ് ഉള്ള പോളിംഗ് ബൂത്തിലാണ്. ഇവിടെ നമ്മൾ കോയമ്പത്തൂർ എത്തി പരിശോധിക്കുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം കനത്ത പോളിംഗ് ആണ് കാണുന്നത്. ഗ്രാമപ്രദേശത്തുള്ള പോളിംഗ് ബൂത്തുകളെല്ലാം വലിയ രീതിയിൽ തിരക്കുണ്ട്. പക്ഷേ ഈ നഗരകേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ ഈ വരികളിൽ ആളുകൾ കുറവുള്ള രീതിക്കാണ് കാണുന്നത്. കൗണ്ടമ്പാളയം എന്ന് പറയുന്ന ഈ അസംബ്ലി മണ്ഡലത്തിൽ ഏകദേശം 4,07,000-ൽ പരം വോട്ടർമാരുണ്ട്. പക്ഷേ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുമ്പോൾ, നഗരകേന്ദ്രത്തിലുള്ള പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെടാത്ത ഒരു സ്ഥിതിയാണുള്ളത്. കോയമ്പത്തൂർ ജില്ല നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2021-ൽ DMK-ക്ക് ഒരു സർക്കാർ തമിഴ്നാട്ടിൽ രൂപീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും കോയമ്പത്തൂരിൽ കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. 10 സീറ്റുകളാണ് കോയമ്പത്തൂർ ജില്ലയിലുള്ളത്. ഈ 10 സീറ്റിലും അണ്ണാ DMK NDA സഖ്യമാണ് കോയമ്പത്തൂരിൽ വിജയിച്ചു കയറിയത്. ഇത്തവണ കോയമ്പത്തൂരിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കണം എന്നുള്ളതാണ് DMK-യുടെ ഒരു ലക്ഷ്യം. അതിനുവേണ്ടി അവർ മുൻ മന്ത്രിയായിട്ടുള്ള സെന്തിൽ ബാലാജി ഉൾപ്പെടെയുള്ള ആളുകളെ, പ്രമുഖരെ തന്നെ കോയമ്പത്തൂരിലെ മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കുന്നുണ്ട്. കോയമ്പത്തൂർ സൗത്തിലാണ് സെന്തിൽ ബാലാജി മത്സരിക്കുകയും ചെയ്യുന്നത്. ഈ കൗണ്ടമ്പാളയം മേഖലയിലാണെങ്കിൽ ഇവിടെ അണ്ണാ DMK-യുടെ നിലവിലെ സിറ്റിംഗ് MLA ആയിട്ടുള്ള PRG അരുൺകുമാർ തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നത്. അരുൺകുമാറിൽ നിന്നും ഈ സീറ്റ് നേടിയെടുക്കുന്നതിന് വേണ്ടി ഇത്തവണ ഈ DMK കോൺഗ്രസ് സഖ്യം ഇത്തവണ ഇറക്കിയിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. KP സൂര്യപ്രകാശ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെയാണ് ഈ കൗണ്ടമ്പാളയം മേഖലയിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിന് DMK സഖ്യം ഇറക്കിയിരിക്കുന്നത്. യുവമുഖമാണ് സൂര്യപ്രകാശ് എന്ന് പറയുന്ന. ആ സൂര്യപ്രകാശിലൂടെ ഈ കൗണ്ടമ്പാളയം മണ്ഡലം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് കടക്കുന്നത്. DMK സർക്കാർ ഈ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം, അതുപോലെ തന്നെ മറ്റ് മാലിന്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി അതെല്ലാം ഈ കോയമ്പത്തൂർ ഏത് രീതിയിലും പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ PSG കോളേജിലുള്ള ഈ ബൂത്തിലേക്ക് അല്പസമയം തന്നെ BJP-യുടെ തമിഴ്നാട്ടിലെ മുൻ അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലൈ എത്തും. അണ്ണാമലയുടെ വോട്ട് ഈ ബൂത്തിലാണുള്ളത്. അല്പസമയം തന്നെ അണ്ണാമലൈ എത്തും. അതിനുശേഷം മാധ്യമങ്ങളെ കാണും. ഏതായാലും BJP-ക്ക് കോയമ്പത്തൂർ സൗത്ത് സീറ്റ് ഉണ്ടായിരുന്നു.